ഉയർന്ന ചിന്താഗതികളാണ് എപ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ എനിക്ക് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിജയകഥ എന്ന് പറയുന്നത് അത് ജാക്ക് മായുടെ വിജയകഥ തന്നെയാണ്. കാരണം ചെറുപ്പകാലം മുതലേ അദ്ദേഹം അത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കോളേജ് പഠനം കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ തെരുവായി തെരുവ് അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ഒരു തവണ KFC റെസ്റ്റോറന്റിൽ ജോലിക്കായി അദ്ദേഹം പോയിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ 24 പേര് പങ്കെടുത്തു. അതിൽ 23 പേർക്കും ജോലി ലഭിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഒരാൾക്ക് മാത്രം ജോലി കിട്ടിയില്ല. അത്തരത്തിൽ ജോലി കിട്ടാതെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി അദ്ദേഹം ജോലി നോക്കിയിരുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് ചൈനയിലെ ഒന്നാമത്തെ ധനികനായി മാറിയതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സെപ്റ്റംബർ 10-ാം തീയതി ചൈനയിലെ ഹാൻഷോ എന്ന നഗരത്തിൽ ജനിച്ച ആളാണ് നമ്മുടെ കഥയിലെ നായകനായ ജാക്ക് മാ. ഈ ഹാൻഷോ എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന് പറയാം. ചൈനയിലെ 4ാമത്തെ വലിയ നഗരമാണ് ഇത്. അതുമാത്രമല്ല വളരെ പാരമ്പര്യമുള്ള ഒരു നഗരം കൂടിയാണ്. ഈ നഗരത്തിലാണ് വെസ്റ്റ് ലേക്ക് എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായ തടാകമുള്ളത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ തടാകം ഉള്ളതായി പറയപ്പെടുന്നു. അത്രയും പഴക്കമുള്ള തടാകം ഏകദേശം 86,000 ഏക്കർ വിസ്തൃതിയുള്ളതാണ്. ഈ തടാകത്തിനുള്ളിൽ വളരെ വലിയൊരു ബുദ്ധക്ഷേത്രമുണ്ട്. നിരവധി ബുദ്ധവിഹാരങ്ങളുമുണ്ട്. ഈ തടാകം മുഴുവനായി പൂന്തോട്ടങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. തടാകം വളരെ മനോഹരമായതുകൊണ്ട് തന്നെ ഇതിനെ യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. ഈ തടാകം അവിടുത്തെ ബുദ്ധക്ഷേത്രം കാണാനായി ചൈനയിൽ ഉടനീളം വിനോദസഞ്ചാരികൾ വൻതോതിൽ വന്നുകൊണ്ടിരിക്കും. ജാക്ക് മായ്ക്ക് ചെറുപ്പകാലം മുതൽക്കേ കരോട്ടോ, കുൻഫു തുടങ്ങിയ ആയോധന കലകളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. ചൈനയിൽ ജനിച്ച ഒരു കുട്ടിക്ക് ഇത്തരം ആയോധന കലകളിൽ താല്പര്യമില്ലാതിരുന്നാലേ അത് അത്ഭുതമേ ഉള്ളൂ. ഇത് ഇത്ര വലിയ അത്ഭുതമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ അദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലം മുതൽക്കേ ആയോധന കലകളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് കൃത്യമായി പഠിക്കുകയും ചെയ്തു. ഇത് തുടർന്ന് ജാക്ക് മാ സ്കൂളിൽ പോകാൻ തുടങ്ങി. ജാക്ക് മായ്ക്ക് ചൈനീസ് ഭാഷ നന്നായി അറിയാമായിരുന്നു, ഇംഗ്ലീഷും നന്നായി അറിയാമായിരുന്നു. എന്നാൽ മാത്സ് വളരെ കഠിനമായിരുന്നു. കണക്കു പരീക്ഷയിൽ ജയിക്കാൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. മറ്റു വിഷയങ്ങളിൽ നല്ല മാർക്ക് വാങ്ങിയാൽ പോലും മാത്സ് പരീക്ഷയിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബോർഡർ മാർക്കിലാണ് ജാക്ക് മാ ജയിച്ചിരുന്നത്. എന്നാൽ ഇത്തരം മാത്സ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്തോ കണക്കുകൾ ചെയ്തു നോക്കാനോ പകരം ഇംഗ്ലീഷ് പഠിക്കാമെന്ന് കരുതി വല്ലപ്പോഴും ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തിന് വലിയൊരു പ്രചോദനം നൽകി. അതുമാത്രമല്ല 1970 കാലത്തിലെ ആ കാലഘട്ടത്തിൽ ചൈനീസ് നിരവധി ഇംഗ്ലീഷ് റേഡിയോ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. അത് വളരെ ലളിതമായ ഇംഗ്ലീഷിലാണ് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് ആ റേഡിയോകൾ അദ്ദേഹം വായിക്കാൻ തുടങ്ങി. അത് തുടർച്ചയായി കേട്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പതിയെ നന്നായി മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൂടാതെ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ലളിതമായ കഥകളാണ് ആ റേഡിയോയിൽ പറഞ്ഞിരുന്നത്. ഉദാഹരണത്തിന് ആമയുടെയും മുയലിന്റെയും കഥ, കൂടാതെ ചില പരമ്പരാഗത ചൈനീസ് കഥകൾ എന്നിവയൊക്കെയാണ് അവർ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തിരുന്നത്. ഈ കഥകളിൽ 1-2 കഥകൾ അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാവുന്ന കഥകളായിരുന്നതിനാൽ അവർ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ നന്നായി മനസ്സിലാക്കുകയായിരുന്നു. അതുകൊണ്ട് അടുത്തതായി അദ്ദേഹത്തിന് അറിയാത്ത കഥകളാണെങ്കിൽ പോലും അവർ ലളിതമായി ഇംഗ്ലീഷിൽ പറയുന്നത് കൊണ്ട് ആ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് നന്നായി മനസ്സിലാക്കാൻ തുടങ്ങി. അതൊക്കെ കേട്ട് ജാക്ക് മായ്ക്ക് വളരെ മനോഹരമായി ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിനോട് വലിയൊരു താല്പര്യം ഉണ്ടായി. ഇതേ കാലഘട്ടത്തിലാണ് അതിപ്രധാനമായ ഒരു സംഭവം നടന്നു എന്ന് പറയാം. അതായത് 1950 കാലഘട്ടം മുതൽക്കേ അമേരിക്കയും ചൈനയും തമ്മിൽ ഉടമ്പടികൾ ശരിയില്ലായിരുന്നു. അമേരിക്ക ഭൂരിഭാഗവും താൻ ചെയ്യുന്നതാണ് വിശ്വസിച്ചിരുന്നത്. ഇന്നത്തെ പോലെ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരുപാട് കരാറുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിരവധി ഫാക്ടറികൾ ചൈനയിലുണ്ട്. എന്നാൽ 1950 മുതൽ 1970 വരെ അമേരിക്കൻ കമ്പനികൾക്ക് അനുകൂലമായ ഒരൊറ്റ ഫാക്ടറി പോലും ചൈനയിൽ ഇല്ലായിരുന്നു. അപ്പോഴാണ് ചൈനയുടെ ഭരണാധികാരിയായ മാവോ സേതുങ് ചിന്തിച്ചത്, നമ്മുടെ രാജ്യം ഫാക്ടറികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ അമേരിക്കയോട് ശത്രുത പുലർത്തിയാൽ മുന്നേറാൻ കഴിയില്ല. അമേരിക്കൻ കമ്പനികളുടെ ഫാക്ടറി ഇവിടെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗമിക്കൂ എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് അമേരിക്കയുടെ സൗഹൃദം സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ ചൈനയിലേക്ക് വരാൻ മാവോ സേതുങ് സ്നേഹത്തോടെ ക്ഷണിച്ചു. ഒരൊറ്റ അമേരിക്കൻ പ്രസിഡന്റും ചൈന സന്ദർശിച്ചിട്ടില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലേക്ക് വന്നാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വലിയ രീതിയിൽ വ്യാപാരം നടക്കുമെന്ന് അദ്ദേഹം കരുതി.
അമേരിക്കയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. കാരണം നമ്മുടെ രാജ്യത്ത് സാധനങ്ങൾ ഉൽപ്പന്നിക്കുന്നതിനേക്കാൾ ചൈനയിൽ ഉൽപ്പന്നിച്ചാൽ വളരെ വില കുറഞ്ഞ് ചിലവിൽ സാധനങ്ങൾ നിർമ്മിക്കാൻ കഴിയും. അമേരിക്കയ്ക്ക് നല്ല ലാഭവും കൂടുതൽ വ്യാപാരം വളർച്ചയും ഉണ്ടാകുമെന്ന് അവർ കരുതി. അതുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് മാവോ സേതുക്കിന്റെ ക്ഷണം സ്വീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡോ നിക്സൺ ചൈനയിലെത്തി. ഇത്തരത്തിൽ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ചൈന സന്ദർശിച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് നിക്സൺ ആണ്. അതുവരെ ചൈന എന്നൊരു രാജ്യം എങ്ങനെ ഉണ്ടാകുമെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു. ഇന്നത്തെ കാര്യം മാത്രമല്ല, ഇന്ന് ലോകം ഒരുപാട് വളർന്നു കഴിഞ്ഞു. എങ്കിലും അന്ന് പോലും ചൈനയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അവരുടെ കാര്യങ്ങളെല്ലാം രഹസ്യമായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ചൈനയിലേക്ക് പ്രവേശിക്കുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വാരമായിരുന്നു അത്. 1972 ഫെബ്രുവരി 21 മുതൽ 28 തീയതി വരെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ചൈനയിൽ താമസിച്ചു. അദ്ദേഹം 3 നഗരങ്ങൾ സന്ദർശിച്ചു. ഒന്ന് ബീജിംഗ്, മറ്റൊന്ന് ഹോൻഷായ്, വേറൊന്ന് നമ്മുടെ കഥയിലെ നായകൻ ജാക്മ ജനിച്ച നഗരമായ ഹാൻഷോ. ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിച്ചതിന് ശേഷം നിരവധി അമേരിക്കൻ ജനതയും ഓസ്ട്രേലിയൻ ജനതയും യൂറോപ്യൻ ജനതയും ചൈനയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ചൈനയിൽ എന്താണുള്ളത്? വളരെ പാരമ്പര്യമുള്ള രാജ്യമാണല്ലോ എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ, സാംസ്കാരികം, അവിടുത്തെ പാരമ്പര്യമുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ കാണണമെന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു. നിരവധി വിദേശ വിനോദസഞ്ചാരികൾ ചൈനയിലേക്ക് വരാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ചൈനയിലേക്ക് വരണമെന്ന് വിചാരിച്ചപ്പോൾ ഭൂരിഭാഗം പേരും വന്നിറങ്ങിയ സ്ഥലം ജാക്മ ജനിച്ച നഗരമായ ഹാൻഷോ നഗരമാണ്. ഹാൻഷോ നഗരം വളരെ പഴക്കമുള്ളതും പാരമ്പര്യമുള്ളതുമായ നഗരം. അവിടെയുള്ള ആ വെസ്റ്റേൺ ലേക്ക് പ്രസിദ്ധമായ യുനെസ്കോ അംഗീകരിച്ചതാണ്. അതുമാത്രമല്ല, ചില ബുദ്ധക്ഷേത്രങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവിടെ എത്തി. ആ കാലഘട്ടത്തിൽ നമ്മുടെ ജാക്മയ്ക്ക് ഒരു 9-10 വയസ്സേ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ. ജാക്മയ്ക്ക് ഇംഗ്ലീഷ് വലിയ താല്പര്യമുണ്ടായിരുന്നു. ജാക്മ ഒരുപാട് ഇംഗ്ലീഷ് റേഡിയോ ചാനലുകൾ കേൾക്കുമായിരുന്നു. അതുപോലെ നിരവധി ആളുകളോട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അന്ന് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ പോകണമെങ്കിൽ പോലും അതിന് അത്രയും പണം നൽകണം. അത്രയും പണം നൽകാൻ അച്ഛന്റെ അടുക്കൽ സാമ്പത്തിക സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് കഴിവുകൾ വളർത്തിയെടുക്കാം, എങ്ങനെ നമുക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും എന്ന് ജാക്മ ആലോചിച്ച് അപ്പോഴാണ് നിരവധി വിദേശ വിനോദസഞ്ചാരികൾ നമ്മുടെ നഗരത്തിലേക്ക് വരുന്നുണ്ട കാര്യം ജാക്മ കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് ഒരു വ്യത്യസ്തമായ ബുദ്ധി തോന്നുന്നത്. ഇത്തരത്തിൽ വിദേശ വിനോദസഞ്ചാരികളോട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് ഇംഗ്ലീഷ് പഠിച്ചാൽ എങ്ങനെയിരിക്കും? നമ്മൾ അവർക്ക് ഒരു ടൂറിസ്റ്റ് ഗൈഡായി സഹായിക്കണം. അവർക്ക് നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾ ചുറ്റിക്കാണിക്കണം. ഇതേ സമയം അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിലൂടെ നമ്മുടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തിയെടുക്കാമെന്ന് ജാക്മ ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകളെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അടുത്തുപോയി അച്ഛ ഇത്തരത്തിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡായി ആകാൻ പോവുകയാണ്. ഇംഗ്ലീഷുകാർക്ക് മാത്രമായി അവരോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് എന്റെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് ഞാൻ വളർത്തിയെടുക്കാൻ പോവുകയാണെന്ന് ജാക്മ പറഞ്ഞു. ജാക്മയ്ക്ക് അപ്പോൾ ഒരു 10 വയസ്സ് കാണും. ഇതിനു മുമ്പ് ജാക്മ കുൻഫു, കരോട്ടോ തുടങ്ങിയ കഴിവുകൾ ഉണ്ടായിരുന്നു. താല്പര്യം കാണിച്ചിരുന്നതും. അപ്പോൾ എന്തിനാണ് ഇംഗ്ലീഷ് താല്പര്യം കാണിക്കുന്നത്? മറ്റുള്ളവരോട് വഴക്കിടുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് എന്ന് പറഞ്ഞ് അതിരാവിലെ തന്നെ ജാക്മയെ തന്റെ വീട്ടിൽ നിന്നും ആ വെസ്റ്റേൺ ലേക്ക് തടാകത്തിൽ സൈക്കിളിൽ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകും. അവിടെ ഒരു ഗോൾഡൻ മൗണ്ടൻ എന്ന് പറയുന്ന വലിയൊരു ഹോട്ടലുണ്ട്. വെള്ളക്കാരും വിദേശ വിനോദസഞ്ചാരികളും ഒക്കെ വന്നാൽ ആ ഹോട്ടലിലാണ് താമസിക്കുക. അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ഹോർഷോ നഗരത്തിൽ വന്നപ്പോൾ ഈ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹോട്ടൽ വളരെ പ്രശസ്തമായി മാറി. അതുകൊണ്ട് അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ് എന്നിടങ്ങളിൽ നിന്ന് വരുന്ന വിദേശ സഞ്ചാരികൾ വന്നാലും അവിടെയാണ് താമസിച്ചിരുന്നത്. ഈ ഗോൾഡൻ മൗണ്ടൻ എന്ന ഹോട്ടലിന്റെ വാതിൽക്കൽ ജാക്മയെ സൈക്കിൾ ഇറക്കി വിട്ടിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ ഫോട്ടോഗ്രാഫി ജോലിക്കായി പോകും. അപ്പോൾ ജാക്മ ആ ഹോട്ടലിന്റെ വാതിൽക്കൽ തന്നെ പുറത്തു നിൽക്കുമായിരുന്നു. അവിടെ പുറത്തേക്ക് വരുന്ന വിദേശ സഞ്ചാരികളോട്, ഞാൻ ജാക്മ, നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ചുറ്റി കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ എനിക്ക് പണമൊന്നും തരേണ്ടതില്ല. നിങ്ങൾക്ക് കഴിയുന്നത് നൽകുക എന്ന് സ്വയം പരിചയപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. അന്നത്തെ കാലഘട്ടത്തിൽ ചൈനയിൽ ഇത്തരത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വളരെ വളരെ കുറവായിരുന്നു. എല്ലാവരും ചൈനീസ് മാത്രമാണ് സംസാരിച്ചിരുന്നത്.
അപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ കുട്ടി നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ട് അവർക്കെല്ലാവർക്കും ജാക്മയുടെ മേൽ ഒരു വിശ്വാസം വന്നു. അതുമാത്രമല്ല, ജാക്മ ചെറിയ കുട്ടിയാണല്ലോ എന്ന് കരുതി ജാക്മയെ വിശ്വസിച്ച് ഒരുപാട് പേർ ജാക്മയെ ടൂറിസ്റ്റ് ഗൈഡായി സ്വീകരിച്ചു. ജാക്മെ പതിയെ പതിയെ അവരോട് ഇംഗ്ലീഷ് സംസാരിച്ച് തൻ്റെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് വളർത്തിയെടുത്തു. അതുപോലെ ജാക്മ നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് വെറുതെ ചെയ്യരുത്, ആഴത്തിൽ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ടൂറിസ്റ്റ് ഗൈഡ് ജോലി ആണെങ്കിൽ പോലും അത് വെസ്റ്റേൺ ലേക്ക് തടാകം എത്ര വർഷമായിട്ടുള്ളതാണ്, അവിടെയുള്ള പാരമ്പര്യ ചിഹ്നങ്ങൾ, ബുദ്ധന്റെ ചരിത്ര കഥകൾ, അവിടെയുള്ള ബുദ്ധവിഹാരങ്ങൾ എത്ര വർഷത്തെ പഴക്കമുണ്ട്, അവിടെയുള്ള ബുദ്ധ ക്ഷേത്രങ്ങൾക്ക് എത്രത്തോളം പഴക്കമുണ്ട് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ച് അവർക്കതെല്ലാം ഇംഗ്ലീഷിൽ വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അവരോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് വലിയ രീതിയിൽ വളർന്നു. അന്ന് ജാക്മ ഇത്രയും വലിയൊരു വ്യക്തിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്നുള്ളത് ഒരു പ്രധാന കാരണം തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ അന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്നെങ്കിലോ ഇത്തരത്തിൽ വിദേശ വിനോദ സഞ്ചാരികളോട് സംസാരിച്ച് എൻ്റെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് വളർത്തിയിരുന്നില്ലെങ്കിലോ എൻ്റെ ജീവിതം ചൈനയിലുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം പോലെ തന്നെ കടന്നുപോയേനെ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് എന്ന് ജാക്മ പറയുന്നു. നിങ്ങളും എപ്പോഴും നമ്മുടെ മാതൃഭാഷ മാത്രമല്ല മറ്റു ഭാഷകളും പഠിക്കാൻ ശ്രമിക്കുക. അത് ഇംഗ്ലീഷ് ആകാം, ഹിന്ദി ആകാം, മലയാളം ആകാം, ചൈനീസ് ആകാം, ജാപ്പനീസ് ആകാം. ഇത്തരത്തിൽ പുതിയ ഭാഷ നിങ്ങൾ പഠിക്കുമ്പോൾ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ആ ഭാഷയിലുള്ള സിനിമകൾ കാണാം, ആ ഭാഷയിലുള്ള പുസ്തകങ്ങൾ വായിക്കാം, ആ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുമായി സംസാരിക്കാം. ഒരു വ്യത്യസ്തമായ ലോകം തന്നെ നമുക്ക് മുന്നിൽ തുറക്കും. അതിലൂടെ ഒരുപാട് കോണ്ടാക്റ്റുകൾ ലഭിക്കും. നമ്മുടെ ജീവിതം തന്നെ മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായാലും കുഴപ്പമില്ല, ഒരു ഭാഷ പഠിക്കണം, ഒരു പുതിയ ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹിക്കുക. അതിനായുള്ള ചെറിയ ചെറിയ പരിശ്രമങ്ങൾ നടത്തുക. തീർച്ചയായും അത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു തരും. ശരി, ഇനി നമുക്ക് ജാക്മയുടെ കഥയിലേക്ക് വരാം. ദിവസവും ജാക്മ ഈ ജോലി ചെയ്യാൻ തുടങ്ങി. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾക്ക് ആ സ്ഥലം ചുറ്റിക്കാണിക്കുന്ന ഗൈഡായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. സ്കൂൾ സമയമാകുമ്പോൾ ശരി ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അവരുടെ അടുക്കൽ നിന്ന് പണമൊന്നും വാങ്ങാതെ അദ്ദേഹം പോകും. വീണ്ടും വൈകുന്നേരം വന്ന് ഇതേ ജോലി ചെയ്യും. ഒരുപക്ഷെ അവധി ദിവസമാണെങ്കിൽ മുഴുവൻ സമയവും രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇവർക്ക് എല്ലാം ടൂറിസ്റ്റ് ഗൈഡായി ഈ ജോലി ചെയ്യും. ഇതേപോലെ ഈ ഗൈഡായി ഇരിക്കുന്നതിന് ആരോടും അദ്ദേഹം പണമൊന്നും വാങ്ങാറില്ലായിരുന്നു. എനിക്ക് എത്ര പണം വേണമെന്നും ആരോടും ചോദിച്ചിട്ടില്ലത്രേ. അവർ നൽകുന്നത് വാങ്ങും. പണം നൽകിയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഇറങ്ങും. അദ്ദേഹത്തിന്റെ ലക്ഷ്യം നമുക്ക് അവരുടെ കൂടെ ഇംഗ്ലീഷ് സംസാരിക്കണം, നമ്മുടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കണം എന്ന് മാത്രമായിരുന്നു. ഇതേപോലെ ചില വർഷങ്ങൾ കടന്നുപോയി. നാൾക്കുനാൾ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് അറിവ് വളർന്നുകൊണ്ടിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ഗണിതം അറിവും മോശമായി കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ജാക്മ സ്കൂൾ പഠനം പൂർത്തിയാക്കുമ്പോൾ മാത്സ് പരീക്ഷയിൽ തോറ്റുപോയി. അടുത്തതായി അദ്ദേഹത്തിന് കോളേജിൽ ചേരണമെങ്കിൽ മാത്സ് പരീക്ഷയിൽ ജയിച്ചാൽ മാത്രമേ വീണ്ടും കോളേജിൽ ചേർന്ന് പഠിക്കാൻ സാധിക്കൂ എന്നൊരു സാഹചര്യം ഉണ്ടായി. ജാക്മ വീണ്ടും മാത്സ് പരീക്ഷയിൽ ജയിച്ചോ, അദ്ദേഹം കോളേജിൽ പഠിച്ചോ എന്നൊക്കെയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.